മരുമോനെ അങ്ങോട്ട് പോകാൻ പറ്റിയ സാഹചര്യമില്ല. അച്ഛാ കഴിഞ്ഞില്ലടാ ഇതുവരെ. കഴിഞ്ഞ് എന്നൊരു മുരിങ്ങലേന്റെ കറി അളിയല്ലേ ഇറച്ചി മീനും വാങ്ങിക്കൂടെ? വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഞാൻ ഇവിടെ ഒന്ന് സഹായിക്കാം. ഓരോ മാറ്റാൻ വേണ്ടിയല്ലേ ഞാൻ ആ സിനിമ തന്നത്. പവിത്രം കണ്ടില്ലല്ലോ, ഇനിയെങ്കിലും കണ്ടൂടെ എന്റെ അച്ഛ. അതെ, അവൻ പറഞ്ഞത് മനസ്സിലായോ? അവനൊരു അനിയത്തിയും കൂടി വേണമെന്നാണ് ഉദ്ദേശിച്ചത്. പ്രായ അമ്പലത്തിൽ പോയി ഭജന ഇരുന്നൂടെ ഉദ്ദേശിച്ചത്. ഇന്നലെ കല്യാണം ആക്ച്വലി ഞാൻ സുമയ. ഓ മനുഷ്യ, ശരത്തെ നിന്റെ സഹദേവനങ്ങൾ അന്വേഷിച്ചു. ആണോ? നമുക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം. മുരിങ്ങയില ചമ്മന്തി ആയാലോ? അമ്മാവാ, എന്റെ പച്ച ഷർട്ട്. എന്ത്? എന്റെ പച്ച ഷർട്ട് എവിടെ? എന്റെ പച്ച ഷർട്ടൊക്കെ ഞാൻ എടുത്തുതരാം. എന്റെ പെങ്ങളോടുള്ള എന്റെ അച്ഛന്റെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. എന്റെ ഒരു പച്ച ഷർട്ട്. അച്ഛനായി പോയില്ലേ? എടാ, ഒരു വീട്ടിലേക്ക് വരും മര്യാദയ്ക്ക് വേണം, ഗേറ്റ് അടക്കി. പിന്നെ രാവിലെ അയാളെ മട്ടുമാവും കണ്ടിട്ട് കക്കൂസ് ബ്ലോക്ക് ആണെന്നൊക്കെ സംശയം. അയ്യേ അമ്മാവാ, അമ്മാവ നിർത്തിയൊരു കാര്യമില്ല. എന്റെ അടുത്ത് ഒരു സഹായം പ്രതീക്ഷിക്കണ്ട. ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ഒരാളെ കിട്ടാനില്ല. കണ്ടോ, മുട്ടി നിൽക്കുക. ശരത്തെ, എന്താ വിളിച്ച? ഗ്രെയിൻസ് ഉച്ച മുതൽ ടിവിയിൽ ഭയങ്കര ഗ്രെയിൻസ്. വൈകുന്നേരം ചിത്രഗീതം ഉള്ളതല്ലേ. നീ മുകളിലോട്ട് ചെന്ന ആന്റിനെ ഒന്ന് ശരിയാക്ക്. ശരി, ആന്റിനെ നന്നാക്കാനാ ചെല്ല്. ആന്റിനെ കുറച്ചേരം നിക്കാലോ. എന്നിട്ട് എന്താ കാര്യം? മുകളിലോട്ട് ഞാൻ ഇവിടെ നിന്ന് ടി വി ചെക്ക് ചെയ്യാം. ശരി, എന്തായാലും ആവശ്യം ഉണ്ടെ വിളിച്ചോ. കംപ്ലീറ്റ് ഗ്രെയിൻസ് ആണല്ലോ. നീ മേളി പോന്നില്ലേ? ഐറ്റ് പേടിയ തലറ്റു. നീ നാട്ടിലൊന്നും പോവാറില്ലേ? വീട്ടിൽ അച്ഛൻ പണിക്ക് പോകാൻ പറഞ്ഞ് ഭയങ്കര വെറുപ്പിക്കല. എല്ലായിടത്തും ഇത് തന്നെ. എന്ത് വെറുപ്പിക്കലോ? അതല്ല, ഈ കാക്ക വന്ന ആന്റിനായിരിക്കും ഫുൾ ഗ്രെയിൻസ്. അങ്കിളെ ക്ലിയർ ആയോ? ഇല്ല മോനെ, പഴയതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ശരിയാവുന്നില്ലല്ലോ. കുറച്ച് സമയം കൊടുക്കും, ശരിയാവും. അങ്കിളെ ഇപ്പോഴോ? ഇല്ല മോനെ, നീ ഒന്ന് വട്ടം കറക്കി നോക്ക്. 360. നിങ്ങളുടെ മോൾ ആവശ്യത്തിന് ഇട്ടെന്നെ വട്ടം കറക്കുന്നു. ഇനി നിങ്ങളെ ബാക്കിയുള്ളൂ. ഇതൊന്നും ക്ലിയർ ആവുന്നില്ലല്ലോ ശരത്തെ. ഇപ്പോഴോ? ഒന്നും ക്ലിയർ അല്ല. ക്ലിയർ ആയി. ഫിക്സ്. അങ്ങനെ ഇപ്പൊ ക്ലിയർ ആവണ്ട. ക്രിസ്റ്റൽ ക്ലിയർ. ഇത്രയും ക്ലിയർ ഇതുവരെയ്ക്കും ആയിട്ടില്ല. ഇനി തുടരുത്. ഇറങ്ങിപ്പോരെ. എന്ത് പറ്റി? ഗ്രെയിൻസ് പോയി. പക്കാ ക്ലിയർ. മനുഷ്യനെ പേടിപ്പിക്കാൻ. മോനെ ശരത്തെ, താങ്ക് യു വെരി മച്ച്. ഒരൊറ്റ ഗ്രെയിൻസ് ഇല്ല. ഗ്രെയിൻസ് മാറ്റാൻ നിന്നെ കഴിഞ്ഞേ ഉള്ളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? പറയടാ. അത് ഷാരിയും കൂടി കേൾക്കണം. ഷാരിക്ക് ഞാൻ പറയുന്നത് എന്തെന്ന് മനസ്സിലാവും. ശരത്തിന് എന്താ പറയാനുള്ളത്? എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഇപ്പൊ ടിഷാൻറ്റിന എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിക്കുന്ന അതിഭേദം ഒരെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതാണ്. പോട്ടെ ഷാരി, വരാ അമ്മ. വാ അമ്മാവാ. ഓക്കെ അങ്കിൾ. ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നെ എത്ര ടെൻഷൻ അടുപ്പിച്ച്. അയ്യേ, നല്ല സൂചിച്ചിരുന്നല്ലോ. ഒന്ന് മേലോട്ട് വന്നത്. ഞാൻ മുണ്ടെടുത്ത് മോള് കയറില്ല. അതെന്താ? മുണ്ട് മാത്രമേ ഉള്ളൂ. അയ്യേ, ഒരു ഗേറ്റ് അടയ്ക്കാനേ പാടില്ല. എന്നത്തോടു കൂടി ഒരു പാഠം മനസ്സിലായി. വാ. ഈ ജിമ്മി എന്റെ കൂടെ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്ന അവന്റെ ഫോണിന് മുടിഞ്ഞ രാശിയാന്ന കേട്ടെ. അതിന്ന് വിളിക്കുന്ന എല്ലാ ലൈനും കൊച്ചു ഒത്തായിട്ടുണ്ട്. കാര്യം കാണാൻ നമ്മൾ ആ കഴുത ആരും ഇല്ലല്ലോ. ഓ ഭാഗ്യം, ഇന്ന് വലിയ തിരക്കില്ല. അതെന്താ? അല്ലെങ്കിൽ ഭയങ്കര തിരക്കാ ഇവിടെ. അല്ലെങ്കിൽ കാണായിരുന്നു. അങ്ങ് ഗേറ്റ് വരെ ആക്കിയോ. എന്തായാലും അവളെ വിളിച്ചിട്ടും കിട്ടുന്നില്ല കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ? നീ പോയിട്ട് നാളെ വാ, നമുക്കൊന്നുകൂടെ നോക്കാം കേട്ടോ. അവളാരും വളയ്ക്കാതിരുന്നാ മതിയായിരുന്നു. ജിമ്മി, ഇത് ഞാൻ പറഞ്ഞില്ലേ ശരത്ത്. കമോൺ, നമുക്ക് അകത്തിരിക്കാം. എന്തുവാടി വെർച്വൽ ക്രിക്കറ്റ്. അടുത്ത പ്രാവശ്യം നിന്നെ
This is my grandpa. You can call. നീ വിളിച്ചു സൈജു പിന്നെ എന്തുണ്ട് വിശേഷം? സുഖം ദേ പോ. 1 minute. Hello. Hello. Chitaps. How are you? ചിപ്സ് ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്താ 2 ആഴ്ചത്തേക്കുള്ള ടൂറോ? പിന്നെ ധൈര്യമായിട്ട് പോവാം. ഇത് ഉടനെ എക്സ്പയറി ഡേറ്റ് ആണെന്ന് തോന്നുന്നില്ല. അന്വേഷിച്ച് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ വിളിച്ച് പറയാം. ബൈ ദ ബൈ. ചിറ്റ എന്ത് പറയുന്നു? ഹലോ ഹലോ. ചിറ്റയുടെ കാര്യം പറയുമ്പോ അപ്പൊ കട്ടിയും ചട്ട. ചിറ്റപ്പം ഫ്രം ഡൽഹി. അടുത്തെങ്ങനെ തട്ടിപ്പോകുന്നറിയാൻ വേണ്ടി വിളിച്ചതാ. യു കൻ കോൾ. ഇല്ല അപ്പൂപ്പൻ എനിക്കില്ലേ? ശബ്ദം ഉണ്ടാക്കുന്ന ഫോൺ ചെയ്യുന്നു. നോ പ്രോബ്ലം. സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് കിടന്നിരിക്കുക. But don't touch, huh? അതെന്താ? If you wake up too much talking, you see? Go man. അവളെടുത്ത് കളിയാ, വാ, കളിക്കാം. Oh yeah, please please. ബോൾ എൻ്റെ കയ്യിലാ. ഓൾ നിന്റെ കയ്യിലല്ലേ? ആ, എൻ്റെ കയ്യിലാ. കാണിച്ചു തരാം. ഹലോ. ദാമോദരന്റെ വീടല്ലേ? ആ ദാമോദരൻ നായരുടെ മകളുടെ വീടാണ്. കേശവ് നായരുടെ വീടല്ലേ? ഓ കൊച്ചച്ഛനെ അറിയോ? ആരാ? പുല്ലി ശാരിയല്ലേ അളിയാ? തല്ലേ? ആ ഹലോ. അയ്യോ കട്ടായി പോയി. ഒന്നുകൂടെ വിളി. ഹലോ ആ ശരി ആരാ? ഞാനെന്ന് പറഞ്ഞ? പോടുന്നു. ഞാൻ ആരാന്നറിഞ്ഞൂടെ? ഓ സോറി സോറി സോറി. കേശവദാസപുരത്തെ മണിയമ്മാമനല്ലേ? പറ മാമ. മണിയമ്മാമയാ? പോ ശരി. നീ തന്നെ പറയണം. മോനെ നീ ഔട്ടാകൂടാ ജിമ്മി. ഇന്നാ ബോൾ. സോറി അപ്പ. അയ്യോ മുക്കുലസ്. Cool down. Relax. They are my friends, Abubs. Get out! ഇവിടെ ആരും ഇല്ലേ? എവിടെങ്കിലും പോയ താക്കോലെടുക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഛേ. ആഹാ ശരി. ഭാഗ്യം കണ്ടില്ല. മാനം പോയേനെ. ദൈവമേ. ഹായ്. എന്ത്? വലുത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണല്ലോ അല്ലേ? ഇന്നലെ എടുത്ത വിളക്ക. ആന്റി എവിടെ? ആന്റിയാ? അത് പിന്നെ അവര് പുറത്തോട്ട് പോയിരിക്കുക. രാവിലെ തന്നെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? രാവിലെ തന്നെ ഞാൻ എണീറ്റ് കുളിച്ച് എന്റെ ഒരു ശീലമാണ്. തന്നോളൂ. വേണ്ട, കുളിക്കാതെ വിളക്ക് തൊടണ്ട, ഞാൻ തന്നെ വെച്ചോളാം. പറയല്ലേ? ഇതെവിടെ വെക്കാം? അതിപ്പോ നമുക്ക് ഇരുന്ന് ആലോചിച്ചിട്ട് വേണ്ടല്ലേ? ഇനിയിപ്പോ അയ്യോ അവിടെ വെക്കരുത്. അത് ഞാൻ റിമോട്ട് വെക്കുന്ന സ്ഥലമാ. വെച്ചോളൂ. അല്ല എനിക്ക് തൊടരുത്. ഇല്ല തൊടൂല. വിളക്കിൽ തൊടരുത്. പേടിച്ചായിരുന്നു. അല്ല അത് എനിക്കൊരു കാര്യം 1000 വട്ടം ഞാൻ ഓർമ്മിച്ച. ആഹാ മോളോ? ആന്റി ഞാൻ വിളക്ക് തരാൻ വേണ്ടി വന്നതാ. ഞങ്ങളൊരു കല്യാണത്തിന് പോയതാ. അങ്കിളുടെ അടുത്ത് ഗിഫ്റ്റ് എടുക്കാൻ 1000 വട്ടം ഓർമ്മിച്ചതാ. മറന്നു. ശരി ആന്റി. ശരി മോളെ. വിളക്കവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ ഇവിടെ വെച്ചിട്ടും അച്ഛൻ കണ്ടില്ല. എന്തൊരു മറവിയായി ഈ മനുഷ്യന്. അമ്മയ്ക്ക് ഇത് എടുത്തോണ്ട് പോയാ പോരായിരുന്നോ? ആഹാ
നീ ഇവിടെ നിൽക്കായിരുന്നോ? അച്ഛൻ പറഞ്ഞു നീ ഉറങ്ങുവന്ന്. ആ ഞാൻ ഉറങ്ങാൻ പോവാ. ഒന്നും പറ്റില്ലേ. വന്നേ വന്നേ വന്നേ, എല്ലാരും കൂടെ അമ്മ, പോട്ടെ, ഞാൻ കല്യാണമാ. കുളിച്ചില്ല. അയ്യോ നല്ല വൃത്തിയുണ്ട്. വന്നേ, പല്ലും വന്നേ. തേച്ചില്ലെന്ന് അമ്മ. എടാ, വാടാ ഇങ്ങോട്ട്. ഡോറ് അടയ്ക്ക്. വരാനിങ്ങോട്ട്.